Member has made a very derogatory remark. This is not. This is. No, please, you touch it. This is. Honorable Minister is answering. നമസ്കാരം. രാജ്യസഭയില് ബ്രിട്ടാസ്യം സയനൈഡിന് വയറ് നിറച്ച് കിട്ടുന്നത് ഒരു പുതിയ വാർത്തയല്ല, സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായിട്ട് രൂക്ഷമായ വാക്പോരിൽ ഏർപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എന്നൊക്കെ പറഞ്ഞ് മാപ്രകൾ ഒരു ക്യാപ്ഷൻ കൊടുത്തു. ആ ക്യാപ്ഷനോടുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. കാരണം വാക്പോരെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പറയണമല്ലോ. അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചതേ അണ്ണൻ ഓർമ്മയുള്ളൂ. അശ്വിനി വൈഷ്ണവ് പ്രൊഫഷണലായിട്ട് അണ്ണാക്ക് മാന്തി പൊളിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരക്ഷരം പോലും സംസാരിക്കാൻ വയ്യാതെ മണമണാന്നൊരു മൂലക്കിരുന്ന് ചിരിക്കാനല്ലാതെ ഒന്നും ബ്രിട്ടാസ്യം സയനൈഡിന് കഴിഞ്ഞില്ല. ചോദ്യം മറ്റൊന്നിനെക്കുറിച്ചും ആയിരുന്നില്ല. അതിവേഗ റെയിൽ, അതിലാണല്ലോ പിടിച്ചു തൂങ്ങുന്നത്. കേരളത്തിൽ 55 റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് അനുമതി സദേൺ റെയിൽവേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര നാളായി? അതായത് ഭൂമി ഏറ്റെടുക്കലും അപ്രോച്ച് റോഡിനുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഉൾപ്പെടെയുള്ള തുകയുടെ കാര്യത്തിലെല്ലാം തീരുമാനമായിട്ട് പോലും ഇവിടെ സ്ഥലം ഏറ്റെടുപ്പ് ഇതുവരെയും നടന്നിട്ടില്ല. എന്നിട്ട് പുതിയതും പഴയതുമായിട്ടുള്ള തങ്ങളെ കൊണ്ട് ഒന്നിനും കഴിവില്ല എന്നറിയാം. അവരവിടുന്ന് അനുമതി തന്നാലും നമുക്കിതിവിടെ നടപ്പിലാക്കാനുള്ള കഴിവ് കേരളത്തിൻ്റെ നിലവിലുള്ള സാഹചര്യത്തിനോ നിങ്ങളുടെ കപ്പാസിറ്റിക്കോ ഉള്ളിൽ നിൽക്കില്ല എന്നറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ഓരോ മന്ത്രിമാരോടും ഓരോ വകുപ്പിനോടും എന്തൊക്കെയോ കിടന്ന് അവിടെ ചിലക്കുകയാണ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ടുള്ള മറുപടികളാണ് അശ്വിനി വൈഷ്ണവ് കൊടുത്തത്. അതായത് നിങ്ങളൊരു നല്ല ജേർണലിസ്റ്റ് ആണെന്നറിയാം, നല്ലൊരു മാപ്രയാണ് നിങ്ങളെന്നറിയാം. കൈരളി പോലുള്ള ദേശീയ മാധ്യമങ്ങളിൽ, അതായത് സത്യം മാത്രം പറയാൻ വേണ്ടി ജനിച്ച കൈരളി പോലുള്ള ചാനലുകളുടെയൊക്കെ മുഖ്യ മാപ്രയാണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഫേക്ക് വാർത്തകളൊക്കെ മെനഞ്ഞെടുക്കാൻ പ്രത്യേക ഒരു കഴിവുണ്ടായിരിക്കും. അത് ഞങ്ങൾക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് തന്നെയാണ് അശ്വിനി വൈഷ്ണവ് മുഖത്ത് നോക്കി പറഞ്ഞത്. അത് പറഞ്ഞപ്പോഴും മണാന്നിരുന്ന് ചിരിക്കുന്നത് കണ്ട് വേറൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രിട്ടാസ്യം സയനൈഡ് അങ്ങോട്ട് ഇട്ടുകൊടുത്ത ഒരു പോയിന്റാണ്. വളരെ ഒരു കോമാളിയാകുകയായിരുന്നു ഈ ജോൺ ബ്രിട്ടാസ്. അവിടെ ഇരുന്ന സകല മനുഷ്യരും, ബഹുമാനപ്പെട്ട ചെയർ വരെ അവിടെ ചിരിയോട് ചിരിയായിരുന്നു. അശ്വിനി വൈഷ്ണവരും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. കാരണം ബ്രിട്ടാസ് പറഞ്ഞത് 25 വർഷം മുമ്പ് കൊണ്ടുവന്ന, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൌഡ കൊണ്ടുവന്ന അതേ പ്ലാനുകളൊക്കെ തന്നെയാണ്, അതേ ആശയങ്ങളും പദ്ധതികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും കൊണ്ടുവരുന്നത്. 10-25 വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ എന്തോ പുതിയ ആശയം അവതരിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയാണ്, നിങ്ങളുടെ വകുപ്പ് അവതരിപ്പിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വലിയ കാര്യത്തോടെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ തിരിച്ചൊറ്റ കാര്യമേ ഈ അശ്വിനി വൈഷ്ണവ് പറഞ്ഞുള്ളൂ. ഇത് ഇത്രയും നാളും കൂടുതലും ഭരിച്ചതാരാ? അപ്പോൾ നിങ്ങൾ മാറി മാറി വന്ന സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ടും നിങ്ങൾ ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കേരളത്തിൽ സമ്മതിക്കില്ല എന്നുള്ളതിനും ഇതിനപ്പുറം ഒരു തെളിവ് വേണ്ട. നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പോയിന്റ് വന്നു. 25 വർഷം മുമ്പ് കൊണ്ടുവന്ന പ്ലാന് ഇതുവരെയും ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിച്ചിട്ടില്ല. ആരാ സമ്മതിക്കാത്തത്? ഇവിടെ BJP അല്ല ഭരിച്ചത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നെ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്നു. ഈ 25 വർഷത്തെ കണക്കെടുത്താൽ കൂടുതൽ ഭരിച്ചത് നിങ്ങൾ തന്നെയാണ്, ഇടതുപക്ഷം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കഴിവുകേടല്ലേ അത്? അന്ന് നടക്കാത്തത് കൊണ്ട് വീണ്ടും ആ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ പ്രധാനമന്ത്രിയും. ഇനി 50 വർഷം കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണെങ്കിൽ, കേരളത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കുമോ? ഇല്ല. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്താൻ നിങ്ങൾ സമ്മതിക്കില്ല. റെയിൽവേ എത്ര തുക അനുവദിച്ചാലും എത്ര സ്ഥലം ഏറ്റെടുക്കാനുള്ള പെർമിഷനുമായിട്ട് അവരിവിടോട്ട് വന്നാലും നിങ്ങൾ ഇതിനൊന്നും സമ്മതിക്കില്ല. ഇതിനകത്ത് കൃത്യമായിട്ട് അശ്വിനി വൈഷ്ണവ് പറയുന്നുണ്ട്, സ്ഥലം ഏറ്റെടുക്കലിനുള്ള എല്ലാ ഇതും നമ്മൾ തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ലാൻഡ് അക്വിസിഷനുള്ള നടപടികൾ കേരളമാണ് ചെയ്യാത്തത്, നിങ്ങളാണ് സ്ഥലം ഏറ്റെടുക്കാത്തത്. ആ കാര്യത്തിനൊന്നും ബ്രിട്ടാസ്യം സയനൈഡിന് ഒരു മറുപടിയുമില്ല. അവർ ഈ അതിവേഗ റെയിൽ അവർക്ക് നാട്ടുകാർക്ക് ചൂടപ്പം കൊടുക്കുന്നതല്ലാതെ ഈ റെയിൽവേ മേൽപ്പാലങ്ങളൊക്കെ വരുന്നത്, പ്രത്യേകിച്ചും തീരദേശത്തിനൊക്കെ അടുത്താണ് ഈ റെയിൽവേ മേൽപ്പാലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുമതി കൊടുത്ത് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ആളുകൾ ഇരിക്കുന്നത്. അവർക്കൊക്കെ എത്ര ഉപകാരമാകും? തീരദേശ മേഖലയിലുള്ള ആളുകളുടെ യാത്രാ ദുരിതത്തിന് എത്രത്തോളം പരിഹാരമാകും ആ മേൽപ്പാലങ്ങൾ? അതൊന്നും ചെയ്യാത്തത് ആരാണ്? കേന്ദ്ര സർക്കാരാണോ? അല്ല, കേരള സർക്കാർ തന്നെയാണ്. മനുഷ്യർക്കൊക്കെ വിവരാവകാശ പ്രകാരം കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. ഒന്നും വേണ്ട, നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അങ്ങനെയുള്ള ഇടത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ചെന്ന് കിടന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കേന്ദ്രം ഒന്നും തരാത്തത് കൊണ്ട് കേരളം എങ്ങും എത്തുന്നില്ല, നിങ്ങളൊന്നും തരാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിച്ചു തരുമോ? അല്ലെങ്കിൽ നാട്ടുകാർ സമ്മതിച്ചു തരുമോ?
ഇപ്പോഴും നിങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, ആകാശത്ത് നമ്മൾ മുള നാട്ടിയിട്ട് അതിൽ റെയിൽ പാളം വലിച്ചു കെട്ടും, എന്നിട്ട് നമ്മൾ സ്പീഡിൽ പോകും. തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾക്ക് 2 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് എത്താം. ഇതൊക്കെയല്ലേ ഇപ്പോഴും തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയണ്ട. ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണത് താമസിക്കുന്നത്, എന്തുകൊണ്ടാണത് വൈകിപ്പിക്കുന്നത് നിങ്ങൾ എന്നുള്ള കാര്യത്തിന് ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് കാരണങ്ങളൊന്നുമില്ല. എല്ലാം റെയിൽവേ അത് കേന്ദ്രത്തിൻ്റെയാ, നാഷണൽ ഹൈവേ അത് കേന്ദ്രത്തിൻ്റെയാ. പക്ഷെ ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ഉദ്ഘാടന പരിപാടികളോ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന സംഭവമോ കേരളത്തിൽ നടന്നാൽ അതിന് ഞങ്ങളെയും കൂടെ പരിഗണിക്കണം, അല്ലേ? സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം തന്നിട്ട് പോലും അതിൻ്റെ പുറത്ത് കയറി അടയിരിക്കുകയാണ്. എങ്ങനെങ്കിലുമൊക്കെ പൈസ വാങ്ങിച്ചെടുത്തോളും. കഴിഞ്ഞ ദിവസം വി ശിവൻകുട്ടി ഒരു ഉളുപ്പില്ലാതെ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. എന്തിനാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയും കാശ് വാങ്ങിച്ചെടുക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത എനിക്കുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നവരാണെന്നുള്ള കാര്യം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വന്നു. ആ പണം കിട്ടിയിട്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്? ആ നിയമത്തൊക്കെ റെയിൽവേയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവര് ഇവിടുന്ന് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട പണിയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് പരാതിയാണ് നിങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അശ്വിനി വൈഷ്ണവ് അടിച്ച് പരത്തിക്കളഞ്ഞു, കളിയാക്കി ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ കേരളത്തിനെ നാറ്റിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കോമാളി വേഷം കെട്ടാതെ. പിന്നെ ഈ ഒരു സംസാരം തുടങ്ങിയപ്പോൾ ആദ്യം ബ്രിട്ടാസിയം വലിയ രീതിയിൽ എന്തോ കനത്തിലുള്ള ഡയലോഗ് കാച്ചുന്നത് പോലെ പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് ഷോക്കേസ് ചെയ്യാൻ അശ്വിനി വൈഷ്ണവിനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ, അതിൽ റെയിൽവേ മന്ത്രി ഭയങ്കര നിപുണനാണ് എന്നൊക്കെ പറയുന്നത് കേട്ട്. ഇവിടുത്തെ നിങ്ങളുടെ കാര്യം എന്താ? ചെയ്തതും ചെയ്യാത്തതും പകുതി ചെയ്തതും മറ്റവർ ചെയ്തതിൻ്റെ ബാക്കി എല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യലല്ലേ നിങ്ങളുടെ പണി. നിങ്ങൾക്ക് ഒരു പ്രദർശനവും പ്രഹസനവും ഒന്നും ഇല്ലാത്ത ആളുകളാണല്ലോ. അയ്യോ, ഒരു പെൻസിലിന്റെ മോനെ ഒരു ക്ലാസ്സിൽ ഒരു കൊച്ച് നന്നായിട്ട് കൂർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേട്ടം. നമ്മൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവമാണ് പെൻസിൽ അത്രയും കൂർപ്പിക്കാൻ കാരണമെന്ന് നിങ്ങൾ പറയും. 101 ഡിഗ്രി പനിയായിട്ട് ആരെങ്കിലും സർക്കാർ ആശുപത്രി ചെന്നിട്ട് 3 നേരം പാരസെറ്റാമോൾ കഴിച്ച് അതൊരു 60 ഡിഗ്രിയിലോട്ട് താഴ്ന്നാ പറയും ഞങ്ങളുടെ ആരോഗ്യ മേഖലയുടെ നേട്ടം. കേന്ദ്ര സർക്കാർ കാശ് മുടക്കി നല്ല റോഡുകൾ ഹൈവേ പണിതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ ഫ്ലെക്സ് വരും, മരുമോൻ്റെ നേട്ടം. പിന്നെ കൃത്യമായിട്ട് ചെയ്ത് നേട്ടം അടിച്ചെടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ MP രാജേഷ് അണ്ണൻ മാത്രമേ ഉള്ളൂ. അതായത് കള്ള് വകുപ്പിൽ എല്ലാവിധ അധ്വാനങ്ങളും കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുന്ന പണിയെടുത്ത് നേട്ടം കൊയ്യുന്ന ഒരേ ഒരു വകുപ്പേ ഉള്ളൂ, അത് കള്ള് വകുപ്പാണ്. അത് MP രാജേഷ് അണ്ണന് മാത്രം സ്വന്തമാണ് കേട്ടോ. അങ്ങനെ ഒരു ക്രെഡിറ്റ് ഇവിടെ വേറെ എങ്ങും ഇല്ലാത്തത്രയും സമയം നീട്ടി ഒരു കുടിയനും കറക്റ്റ് സമയത്ത് മദ്യം കിട്ടാതിരിക്കരുത് എന്ന് കരുതി അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ. പിന്നെ ഇവിടെ ഒരു ആഹാര വകുപ്പുണ്ട്. അങ്ങനെ ഒരു മന്ത്രി ഇവിടെ ഉണ്ടെന്നതാ ഇപ്പോൾ അറിയുന്നത്. ഈ ഹോട്ടലുകളുടെയൊക്കെ പ്രതിസന്ധിയൊക്കെ സംബന്ധിച്ച് വന്നപ്പോൾ അവിടെ എവിടെയോ തലയൊന്ന് കണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം വരുമ്പോൾ മാത്രം വാ തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രി. നാട്ടുകാരെവിടെന്നെങ്കിലും ലോണൊക്കെ എടുത്താണെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്ത് കുറച്ച് നെല്ല് കൂടുതലുണ്ടാക്കിയാൽ അത് കാർഷിക വകുപ്പിൻ്റെ നേട്ടമാണെന്ന് പറയും. കർഷകന് ഇനി യാതൊരു നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്താൽ അത് കേന്ദ്ര സമയത്ത് പൈസ തരാതിരുന്നതെന്ന് പറയും. അങ്ങനെ സകലമാന ഉടായ്പും കൈ വെച്ചുകൊണ്ടാണ് നിങ്ങളവിടെ നിൽക്കുന്നതെന്ന് അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി വാ തുറക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ കൃത്യമായിട്ട് എഴുതി ചെന്ന് വായിക്കുക, എന്നിട്ട് മിണ്ടാതൊരു മൂലക്കിരിക്കുക. എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് അവരെ മറുപടി പറയാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ കച്ചാറ സ്വഭാവം എവിടെ ചെന്നാലും കാണിച്ചോളൂ. ചോദ്യം ചോദിക്കുക, പിന്നെ കിടന്ന് ബ്ലാ 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 ബ്ലാ. അപ്പൊ നന്നായിട്ട് ഒരെണ്ണം നല്ല ഡിഗ്രിയിൽ ഒരെണ്ണം ഇങ്ങോട്ട് കിട്ടും. പിന്നെ ഇത്തിരി സമയം അടങ്ങിയിരിക്കും. ആ കിട്ടിയതിന്റെ വേദന കുറച്ചങ്ങ് കുറയുമ്പോൾ പിന്നെ എഴുന്നേറ്റ് നിന്ന് തുള്ളലാണ്. ഇരിക്കാൻ വയ്യ. എല്ലാത്തിനും ഒറ്റ അസുഖമാണ് കേട്ടോ. അമേരിക്ക പോകുമ്പോൾ നമ്മുടെ മുഖ്യദാസൻ ഇവർക്ക് എല്ലാവർക്കും കൂടെയുള്ള മരുന്ന് ഒന്നിച്ചൊരിലോട് കൊണ്ടുവരണേ. എല്ലാത്തിനും ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള എന്തോ രോഗമാണ് വന്നേക്കുന്നത്. After so much persuasion, finally the state government has started the land acquisition. Sir, is this the way to serve the people of Kerala, sir? അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമുക്കൊരാളൊരു സാധനം തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പാത്രത്തിനുണ്ടോ, സഞ്ചിക്കുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഓട്ട സഞ്ചിയായിട്ട് ചെന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം താഴെ പോയെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റമല്ല.
കൊള്ളുന്ന ഓട്ട ഇല്ലാത്ത സഞ്ചിയും കൊണ്ട് ചെല്ലേണ്ടത് നമ്മുടെ കടമയാണ്. കപ്പലിനെയോ ഓട്ട വീണ് നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ നിലനിൽപ്പേ ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നു. ആ സമയത്തിന് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളെ കുറ്റം പറഞ്ഞാൽ മതി.